തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളായ പഴനി, മധുരൈ, തിരുച്ചെന്തൂർ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന പാലക്കാട് തിരുച്ചെന്തൂർ പാസഞ്ചറിനാണ് ഇന്നൊരു യാത്ര. ഈ ട്രെയിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ഏറ്റവും ദൂരത്തിലോടുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ കൂടിയാണിത്. രാവിലെ 5:10 പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. തിരുച്ചെന്തൂർ പാസഞ്ചർ ഇവിടുന്ന് പുറപ്പെടുക രാവിലെ 6:10 ഒരു മണിക്കൂർ കൂടെ നമുക്ക് സമയമുണ്ട്. അതുപോലെ തന്നെ ഒരു ദീർഘദൂര പാസഞ്ചർ ട്രെയിൻ യാത്രയാണല്ലോ. 9 മണിക്കൂറിനടുത്ത് നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാം. രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇവിടെ. ഒരുപാട് ട്രെയിനുകളൊക്കെ ഈ സമയത്ത് ഇവിടെ വരുന്നുണ്ടല്ലോ. ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1 കയറിയിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. 5:16 തിരുച്ചെന്തൂർ വരെയുള്ള ലോക്കോമോട്ടീവ് ഇത് തന്നെയാണ്. WAP4 അറക്കോണം ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള ലോക്കോമോട്ടീവാണിത്. പിന്നെ ഈ ട്രെയിനിന്റെ ഏത് കോച്ചിൽ വേണോ നമുക്ക് കയറാമല്ലോ, ലേഡീസ് ഒഴികെ. ഞങ്ങൾ എന്തായാലും മുന്നിൽ കയറുന്നില്ല, ഏറ്റവും പുറകിൽ കയറാനാണ് പ്ലാൻ ചെയ്തത്. ഇതിൻ്റെ പുറകിലേക്ക് ഇനിയിപ്പോൾ 2 കോച്ച് കൂടിയേ ഉള്ളൂ. ഇതിൻ്റെ റേക്ക് ഷെയറിങ് ഇങ്ങനെയാണ്. പാലക്കാട് നിന്ന് തിരുച്ചെന്തൂരിലേക്കും തിരുച്ചെന്തൂരിൽ ഇങ്ങോട്ടേക്കും, അതായത് നമ്മുടെ ഈ 2 ട്രെയിൻ. അതുപോലെ തന്നെ തിരുച്ചെന്തൂരിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക്, തൂത്തുക്കുടിയിൽ നിന്ന് വഞ്ചി മണിയാച്ചിയിലേക്ക്, അവിടെ നിന്ന് തന്നെ തിരുച്ചെന്തൂരിലേക്കുള്ളൊരു പാസഞ്ചറും. ഇത്ര വണ്ടിയായിട്ടാണിത് റേക്ക് ഷെയറിംഗ് ഉള്ളത്. ഇവിടെ ഡോറൊക്കെ തുറന്നു, പക്ഷേ ലേറ്റ് ഒന്നും വന്നിട്ടില്ല. 5:30 ആവും. 5:30 ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. കറക്റ്റ് 5:30 തന്നെ ഇതിലെ ലൈറ്റൊക്കെ ഓണായി. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം നമുക്ക്. ഇവിടെ ആയിട്ട് തന്നെ ഇരിക്കാം. ഇതാകുമ്പം ഓരോരോ ആൾക്കാരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെയുള്ള ഈ ക്യാബിനുകളില്ലേ, അവിടെ ഒരുപാട് പേര് വരുമല്ലോ. അതുകൊണ്ട് ഈ സൈഡിൽ ഓവറുള്ള ഭാഗത്തിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ ട്രെയിനിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുഴുവനായിട്ട് ഇതിൽ ജനറൽ മാത്രമേ ഉള്ളൂ. 9 അണ്ടർസേർഡ് കോച്ചുകളാണ് ടോട്ടലായിട്ടുള്ളത്. അതുപോലെ തന്നെ മുന്നിലും പിറകിലായിട്ട് ലേഡീസ് കോച്ചും ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പിറകിലായിട്ട് പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റി കോച്ചും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 463 കിലോമീറ്ററാണ് നമുക്ക് പോകേണ്ടതായിട്ടുള്ളത്. പാസഞ്ചർ ട്രെയിൻ ആണല്ലോ നമ്മൾ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നിർത്തി പോകുന്ന പാസഞ്ചർ ട്രെയിൻ തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഇവര് പാസഞ്ചറായിട്ട് ഇതിനെ പരിഗണിക്കുന്നില്ല. അതായത് ഫെയറൊക്കെ വാങ്ങുന്നത് എക്സ്പ്രസിന്റെ ആണ്. അപ്പോൾ ഇത് ഇവിടുന്ന് 463 കിലോമീറ്റർ പോകേണ്ട തിരുച്ചെന്തൂരിലേക്ക് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ഫെയർ 160 രൂപയാണ്. അങ്ങനെ പാലക്കാട് നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 6:10 കഴിഞ്ഞു. പാലക്കാടിനും തിരുച്ചെന്തൂരിനിടയിൽ ഈ ട്രെയിൻ ആകെ 33 സ്റ്റോപ്പുകളാണുള്ളത്. പിന്നെ ഈ പാലക്കാട് ജംഗ്ഷൻ വരുന്ന സ്ഥലമില്ലേ, ഇതിനെ പറയുന്നത് ഒലവക്കോട് എന്നാണ്. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പിന് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇന്ന് കോയമ്പത്തൂരിലേക്കുള്ള ലൈൻ, മറ്റൊന്ന് ഒറ്റപ്പാലം, ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന പൊള്ളാച്ചി. 6:12 ആയിപ്പോൾ. ഈ ട്രെയിൻ എപ്പോഴും ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് പുറപ്പെടുക. നമ്മളിനി നേരെ ഇവിടുന്ന് പൊള്ളാച്ചി ലൈനിലേക്ക് കയറുകയാണ്. ഈ ട്രാക്ക് നേരെ ഒറ്റപ്പാലം, വടക്കാഞ്ചേരി, അതുപോലെ തന്നെ ഷൊർണൂർ ഭാഗത്തേക്കുള്ളതാണ്. ട്രെയിനിൽ ഈ സമയത്തെ തിരക്കിങ്ങനെയാണ്. ആരും തന്നെ ഇല്ല പറയാം. കാരണം ഈ കോച്ചിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. വണ്ടി എന്തായാലും ഫുള്ളാവും. പഴനിയൊക്കെ എത്തണം മൊത്തത്തിൽ ആള് കയറണമെങ്കിൽ. തമിഴ്നാട്ടിലത്തെ ഒരു ഡിമാൻഡ് ട്രെയിൻ തന്നെയാണ് ഇത്. കൂടാതെ തന്നെ ഇപ്പൊ പാലക്കാട് ഭാഗത്ത് നമുക്ക് രാവിലെ പഴനി, അതുപോലെ തന്നെ മധുരയിലൊക്കെ പോകാൻ വേണ്ടി ഒരു ഉപകാരം തന്നെയാണല്ലോ. ഇനി അടുത്ത സ്റ്റോപ്പായ പാലക്കാട് ടൗൺ മുതൽ തന്നെ നല്ല തിരക്ക് വന്നു തുടങ്ങും. കൂടാതെ എന്താ പറയുക, ഞങ്ങൾ 2019 ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് അന്ന സമയത്ത് 6:10 പുറപ്പെടുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 4:15 സമയത്താണെന്ന് പുറപ്പെട്ടിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ആ ഓർമ്മകളൊക്കെ ഇന്നും നമുക്ക് എന്താ പറയുക മാറാൻ പറ്റില്ല. കാരണം അന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനൊക്കെയാണ് കിടന്നിട്ട് രാവിലെ എണീറ്റ് ഈ ട്രെയിനൊക്കെ കയറി പോയത്. 6:20 ട്രെയിൻ ഇപ്പോൾ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. അമൃത എക്സ്പ്രസ് പോയതിനു ശേഷം പഴനി, അതുപോലെ തന്നെ മധുരൈ ഭാഗത്തേക്കുള്ള ട്രെയിനാണിത്. കാരണം ഇതിൻ്റെ സമയം നല്ലതാണല്ലോ. പാലക്കാട് നിന്നായാലും പുറപ്പെടുക ഒരു 6 മണിക്ക് ശേഷം.
അതുകൊണ്ട് തന്നെ ഇതിൽ ഇവിടുന്നൊക്കെ നല്ല തിരക്ക് വരും എന്തായാലും, മെയിനായിട്ട് പഴനി ഭാഗത്തേക്കെല്ലാം. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച സമയത്ത് നല്ല തിരക്കാണ് ഉണ്ടാവുക. പാലക്കാട് ടൗണിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാം. സൂര്യോദയം. ട്രെയിൻ ഇപ്പോൾ പുതുനഗരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടെ 2 പ്ലാറ്റ്ഫോമുകളുണ്ട്. മുൻഭാഗത്തേക്ക് ഒരുപാട് മലനിരകൾ കാണുന്നില്ലേ. ട്രെയിൻ ഇപ്പോൾ കൊല്ലങ്കോട് ഭാഗത്തേക്ക് എത്തി. എന്ത് ഭംഗിയല്ലേ. നല്ല പച്ചപ്പാണ് ഇവിടെ. കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. കൊല്ലങ്കോടിൽ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇനി അടുത്തതാണ് മനോഹരമായ മുതലമട റെയിൽവേ സ്റ്റേഷൻ. മുതലമടയാണ് കേരളത്തിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പ്. പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ഇവിടുത്തെ മരങ്ങൾ തന്നെയാണ്. ഒരുപാട് സിനിമകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമകളെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വെട്ടം സിനിമയാണ്. ഈ മരങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുത്തെ. ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട് വീഡിയോ ഒക്കെ ചിത്രീകരിച്ചതാണ്. മുതലമട. നവി നല്ല ഫോട്ടോസൊക്കെ ഇവിടുന്ന് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാ. പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടേക്ക് 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇവിടെ നോക്കി കാണുന്നൊരു കാഴ്ച എന്ത് മനോഹരല്ലേ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ നാട്ടുകാരെയാണ്. കാരണം ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ വന്ന സമയത്ത് ഈ മരങ്ങളൊന്നും തന്നെ ഇവരിവിടുന്ന് മുറിക്കാൻ സമ്മതിച്ചില്ല. അത് എടുത്തു പറയേണ്ടൊരു കാര്യമാണ്. കാരണം പല ഭാഗത്തേക്ക് പോയാലും ആ ഭാഗത്തെ റൂട്ടിലത്തെ പ്രധാനപ്പെട്ട മരങ്ങളൊക്കെ മുറിച്ച് മാറ്റും ഈ ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട്. ഇതൊക്കെ മുറിച്ച് മാറ്റിയാൽ പിന്നെ തീർന്നു. പിന്നെ ഇവിടെ ഒന്നും തന്നെ ഇല്ലല്ലോ. ട്രെയിൻ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് തിരികെയാണ്. മീനാക്ഷിപുരം. ഇനി മുഴുവനും തമിഴ്നാട് വഴിയാണ് യാത്ര. 7:32 ട്രെയിൻ ഇപ്പോൾ പൊള്ളാച്ചി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരികെയാണ്. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ പൊള്ളാച്ചിയൊക്കെ വരുന്നത് തമിഴ്നാട് ജില്ലയിലാണ്. പാലക്കാട് ഡിവിഷൻ്റെ കീഴിൽ തന്നെയാണ് പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനൊക്കെ. ഇവിടെ ഇപ്പം പാലക്കാട് സൂപ്പർഫാസ്റ്റ് ഇല്ലേ, MGR ചെന്നൈ സെൻട്രൽ പാലക്കാട്, അതിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. അത് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് വരാൻ സാധ്യത. പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ചേട്ടനെ പരിചയപ്പെട്ടിരിക്കുകയാണ്. പേര് പറഞ്ഞോ? നാട്ടിലെവിടെയാണ്? നമ്മുടെ നാട്ടുകാരനെ. വർക്ക് ചെയ്യുന്നത് ചെറുത്തൂരാണ്. റെയിൽവേ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങോട്ട് വന്നത് ഞാനൊരു ജോലി ആവശ്യത്തിനൊക്കെ വന്നത്. അപ്പം നമ്മൾ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഒരുപാട് അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്താണ് ഒരു പുസ്തകത്തിൻ്റെ കാര്യം നല്ലോണം വായിക്കലുണ്ടല്ലോ. ഒരുപാട് വായിക്കും. അപ്പം ഞാൻ എഴുതിയ പുസ്തകമാണ് തൊടരിപ്പെട്ട് എന്ന് പറയും. ഇതൊരു ഗ്രാമത്തിൻ്റെ കഥയാണ്. അതായത് സേലം ജില്ലയിൽ നിന്ന് ഒരു 90 കിലോമീറ്റർ ഉള്ളോട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ഗ്രാമം എന്ന് വെച്ചാൽ അത്ര പക്ക ഇതായിട്ടുള്ള ഗ്രാമമാണ്. മൊബൈലിന് റേഞ്ചില്ല. ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ ഗ്രാമത്തിൻ്റെ ഉള്ളൊരു റേഞ്ച് കിട്ടുന്നത്. ഒന്നുമില്ല, പണ്ടത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അതുപോലെ ഇത് വായിച്ചാൽ എനിക്ക് മനസ്സിലാവും. ഇത് കള്ളക്കുറിച്ചി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ്. അത് ഏറ്റവും ഉള്ളോട്ടുള്ള സ്ഥലമാണ്. അത് എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് പുറലോകത്തേക്ക് എത്തിക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ എഴുതിയാണ്. ഇവിടെയൊക്കെ നല്ല കാറ്റാണ്. ഈ കാറ്റിൽ നിന്ന് ഇവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. വിൻഡ് മിൽസ് കാണാം. ഇതിൻ്റെ തൊട്ട് പുറകിലായി മലനിരകളാണ്. ഒരുപാടുണ്ട് ഇവിടെ. എട്ട് 28 ട്രെയിൻ ഇപ്പോൾ ഉദുമലൈപേട്ടൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇത് തിരുപ്പൂർ ജില്ലയാണ്. ട്രെയിൻ ഇപ്പോൾ പഴനിയിലേക്ക് എത്തുകയാണ്. പഴനി മലയാണ് ഈ കാണുന്നത്. ക്ഷേത്രമൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തൊന്നും വലിയ വൃത്തിയൊന്നുമില്ല ഇവിടെ. 8:55 ട്രെയിൻ ഇപ്പോൾ പഴനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. പഴനിയൊക്കെ ഡിണ്ടിഗൽ ജില്ലയിലാണ്. ഇനി ഇവിടുന്ന് മധുരൈ ഭാഗത്തേക്കുള്ള തിരക്ക് നമുക്ക് കാണാം. ഈ തിരക്കൊക്കെ മിക്കവാറും മധുരൈ വരെ മിക്കവാറും ഉണ്ടാവുള്ളൂ അല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. അതിനുശേഷം അങ്ങോട്ട് അവിടുന്ന് തിരുനെല്വേലി ഭാഗത്തേക്ക് നോക്കണ്ടേ. അതുപോലെ തന്നെ ഈ പഴനിയിൽ ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിവാരത്തെത്താം. നമ്മുടെ പഴനി ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ഒരു ഭാഗം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഴനി ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പറ്റിപ്പ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് ആദ്യമായിട്ട് വരുന്ന മലയാളികളൊക്കെ നല്ല രീതിയിലൂടെ പറ്റിക്കാൻ ആൾക്കാരുണ്ടാവും. ഞങ്ങളെയും പറ്റിച്ചാണ്. 2019 സമയത്ത് 500 രൂപയാണ് ഞങ്ങളുടെ അമ്മയുടെ പ്രായത്തിൽ വരുന്ന സ്ത്രീ പറ്റിച്ചുകൊണ്ട് വരും. അതൊന്നും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ മറക്കൂല. അപ്പം എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെരുപ്പ് വെക്കാനും ബാഗ് വെക്കാനൊക്കെ ദേവസ്വത്തിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് പല ആൾക്കാരും പറ്റിക്കുന്നത്. ക്ഷേത്രം കൊണ്ടുപോവുക, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലൊന്നും വീഴാതിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുരുകൻ്റെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ മുരുകന് 6 വാസസ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ 6 പട വീടുകൾ എന്ന് പറയും. അതിൽ 3 എണ്ണത്തിൽ കൂടെ ഈ ട്രെയിൻ കടന്നുപോകുന്നുണ്ട്. അതിലൊന്നാണ് പഴനി, തിരുച്ചെന്തൂർ, അതുപോലെ തന്നെ തിരുപ്പാറ കൊണ്ടുപോകും. പഴനി കഴിഞ്ഞ ഉടനെ തന്നെ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഇത് സിംഗിൾ റൂട്ടാണ്. മധുരയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള എക്സ്പ്രസ് ആണിത്. ഈ ട്രെയിൻ തന്നെയാണ് കോയമ്പത്തൂർ എത്തി ഉച്ചയ്ക്ക് 1:50 കണ്ണൂരേക്കുള്ള വണ്ടി. റേക്ക് ഷെയറിങ്. 10:08 ട്രെയിൻ ഇപ്പോൾ ഡിണ്ടുഗൽ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്. നമ്മൾ ഇതുവരെയായിട്ടും രാവിലത്തെ ഭക്ഷണമൊന്നും വാങ്ങിച്ചിട്ടില്ല. ബാഗിൽ ബിസ്ക്കറ്റും കേക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല തിരക്കാണ്. മാത്രമല്ല കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇഡ്ഡലിയൊന്നും വന്നിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഫുഡൊന്നും. സമൂസയും അതുപോലെ തന്നെ വടയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ചായ നമുക്ക് നോക്കാം. ഇവിടുന്ന് സമൂസയായിട്ടും വാങ്ങിക്കാൻ കിട്ടിയാൽ വാങ്ങിച്ച് കഴിക്കാം. ഡിണ്ടിഗൽ ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പം നമ്മൾ വന്ന പഴനി റൂട്ട്, ഇനിയിപ്പോൾ പോകുന്ന മധുര റൂട്ട്, മറ്റൊന്ന് തിരുച്ചിറപ്പള്ളിയാണ്. ഈ ഇരിക്കാൻ സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാർ നിലത്തൊക്കെയാണ് ഇരിക്കുന്നത്.
ഇവിടെ ഇഡ്ഡലി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇഡ്ഡലി വാങ്ങിച്ചാൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സമൂസ വരെ സമൂസയും വടിയുണ്ട്, ചായയുണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് നോക്കി വാങ്ങിക്കാം. സമൂസ വരുന്നുണ്ട്, നമുക്ക് സമൂസ വാങ്ങിക്കാം. സമൂസ വാങ്ങിച്ച് ഇവിടുന്ന് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം. ട്രെയിൻ ഇപ്പോൾ കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. ഈ അൺറിസർവ്ഡ് ആയതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ കൊടൈക്കനാലിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ 80 കിലോമീറ്റർ ദൂരമാണുള്ളത്. 11:19 ട്രെയിൻ ഇപ്പോൾ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഒരു ട്രെയിൻ വന്നത് കാണാം. ഏത് ട്രെയിനാണെന്ന് നോക്കാം. എന്തായാലും ഒരു നല്ലൊരു തിരക്കെന്തായാലും ഇവിടെ കുറയും. അൺറിസർവ്ഡ് ആയതുകൊണ്ട് ഒറ്റ ഇരുത്തം തന്നെയാണല്ലോ. മധുരയിലും ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് കയറാനുണ്ടാവും. കാരണം ഈ സമയത്ത് വിരുദുനഗർ തിരുനെൽവേലി ഭാഗത്ത് വേറൊരു ട്രെയിൻ തന്നെയില്ല. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നല്ലൊരു വണ്ടി കൂടിയാണ് ഇത്. മുരുകന്റെ അറുപ്പടെ വീടുകളിൽ ഒന്നായ തിരുപ്പറംകുണ്ട്രം തിരികെയാണ്. ഇവിടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പ്. ഇവിടുന്ന് അത്യാവശ്യം ആൾക്കാർക്ക് കയറാനുണ്ടായിരുന്നു കേട്ടോ. തിരുപ്പറക്കുണ്ട്രം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു മല നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 12:08 ട്രെയിൻ ഇപ്പോൾ വിരുദുനഗർ ജംഗ്ഷനിലെത്തിയേ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിന് സ്റ്റോപ്പ് ഉണ്ടായത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് 4 റൂട്ടുകളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വന്ന മധുരൈ റൂട്ട്, മറ്റൊന്നിനിപ്പോൾ പോകുന്ന തിരുനെൽവേലി, പിന്നെ എന്നുള്ളത് തെങ്കാശി, പിന്നെ മനാമധുരൈ. ഇങ്ങനെ 4 റൂട്ടുള്ളത് കൊണ്ട് ഇത് ജംഗ്ഷനായി. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് തിരുനെൽവേലി ലൈനിലേക്ക് കയറുക. ഇവിടുന്ന് ഇനി തെങ്കാശിയിലേക്ക് പോകുന്ന ആ ഒരു റൂട്ട് കാണാം. ട്രെയിൻ ഇപ്പോൾ കോവിൽപ്പെട്ടി സ്റ്റേഷനിലേക്ക് എത്തിയേ. ഈ ട്രെയിൻ ശരിക്കും പാസഞ്ചറായിട്ടാണല്ലോ പോകേണ്ടത്, പക്ഷേ ഇവർ എക്സ്പ്രസ് കാറ്റഗറിയിലാണല്ലോ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ചേർക്കാറോ സെക്കൻഡ് സീറ്റിങ്ങോ സ്ലീപ്പർ ക്ലാസ്സോ, അതായത് ഏതെങ്കിലും ഒരു റിസർവേഷൻ കോച്ച് കൂടെ ആഡ് ചെയ്യണമായിരുന്നു. കാരണം ദീർഘദൂരം യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും ഉപകാരപ്പെടും. കാരണം നമ്മളാണെങ്കിലും പാലക്കാട് നിന്ന് കയറി ആ സമയം മുതൽ ഇവിടെ വരെ ഈ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലില്ല. കാരണം ഒരാൾ ഇവിടെ ഇരിക്കണം, കാരണം നമ്മുടെ ബാഗൊക്കെ നോക്കണമല്ലോ. അപ്പോൾ സ്ലീപ്പർ ക്ലാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും 2 പേർക്കും പുറത്തേക്കൊക്കെ ഇറങ്ങി പോകുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടോ ഇല്ലായിരുന്നു. ട്രെയിൻ ഇപ്പോൾ വാഞ്ചി മണിയാഞ്ചി ജംഗ്ഷനിലേക്ക് എത്തി. ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്നാണ് തൂത്തുക്കുടിയിലേക്കുള്ള ട്രാക്ക് ഉള്ളത്. തൂത്തുക്കുടി ജില്ലയിലാണ് വാഞ്ചി മണിയാഞ്ചിയൊക്കെ വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ നല്ല കാറ്റാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വിൻഡിമിൽസ് ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ തലയുത്തു സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെയാണ് ശങ്കർ സിമൻ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഫാക്ടറി. നമുക്ക് ഇവിടെ നിന്ന് തന്നെ വ്യക്തതയോടെ കാണാം. ഇനി ഇവിടെ തന്നെ ഒരു പുതിയ LHP കോച്ചുള്ള ഒരു റേക്കും കൂടെ കാണാം.
ഇവിടെ ട്രെയിൻ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ട്രെയിനിപ്പോൾ തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 1:48 തിരുനെൽവേലി ജംഗ്ഷൻ. ഈ ഭാഗത്തല്ല പ്ലാറ്റ്ഫോം. ഇവിടുന്ന് 2 വെജ് ബിരിയാണി വാങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ സാലഡും കൂടി ഉണ്ട്. പിന്നെ ഈ തിരുനെൽവേലി എത്തിയ സമയത്തുണ്ടല്ലോ അവന് പ്രത്യേകിച്ച് കാണുന്നില്ല ഇതാ അലുവ. അല്ല ഇത് ഈ ബിരിയാണിന്റെ കാര്യം പറയുമ്പോണ്ടല്ലോ, ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നോർമലി നമ്മളൊരു വെജ് ബിരിയാണി മേടിക്കുമ്പോൾ ഇതിന്റെ ഇത് രണ്ടും കൂട്ടി വെക്കുന്നതാണ്. അതിന്റെ സൈസ് ഇത് ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ അവന് ഒരുപാട് തിരുനെൽവേലി ഹൽവയും കൂടെ പോകുന്നില്ലേ, അത് നമ്മൾ ഒരു തവണ കഴിച്ചതല്ലേ. പിന്നീടല്ലോ ഈ ബിരിയാണിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. റോഡിന്റെ അത്ര അടുത്തൂടെയാണ് ട്രാക്ക് പോകുന്നത്. അതുപോലെ ഈ ട്രെയിൻ ഏതാണെന്നറിയോ? തിരുവനന്തപുരം സെൻട്രൽ, തിരുച്ചിറപ്പള്ളി, ഇന്റർസിറ്റി. ഈ ഇന്റർസിറ്റിക്ക് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് തിരുച്ചിറപ്പള്ളി വരെ. അതിൽ വലിയ വെള്ളമൊന്നുമില്ല. ഈ തിരുനെൽവേലി ഭാഗത്തെല്ലാം ഫ്ലഡ് ഉണ്ടാകുന്ന ഒരു നദിയാണിത്. ട്രെയിൻ ഇപ്പോൾ നസ്രത്ത് എന്ന സ്റ്റേഷനിലെത്തിയേ. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഈ തിരുനെൽവേലി തിരുച്ചെന്തൂർ സിംഗിൾ ലൈനാണ്. അറുമുഖനേരി എന്നൊരു സ്റ്റേഷൻ എത്തിയേ. ഒരു വണ്ടി വരുന്നത് കാണാം. തിരുച്ചെന്തൂർ വഞ്ചിമണിയഞ്ചി പാസഞ്ചറാണ്. എന്നിട്ട് ഈ വണ്ടിയൊക്കെ ആയിട്ടുള്ളൊരു റേസ് ഷെയറിംഗ് ഉള്ള മറ്റൊരു വണ്ടി. എല്ലാം റേസ് ഷെയറിംഗ് അവിടെ കൊടുത്തത് കാണാം. പാലക്കാട് നിന്നും 463 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 3:25-നാണ് ട്രെയിൻ എത്തേണ്ടത്. 3:20 തിരുച്ചെന്തൂർ. ഒരു ദീർഘമായ അൺറിസർവ്ഡ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി വന്നത്. ഇതും നമ്മുടെ ഈ ഒരു ട്രെയിനുമായിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണിത്. ടോട്ടലി 4 റേക്കുകളാണ് ഇതിനുള്ളത്. ഈ ട്രെയിൻ ഇവിടെ വന്നിറങ്ങിയ ആൾക്കാരുടെ തിരക്ക് കണ്ടോ? ഒരുപാട് പേരുണ്ട് ഇവിടെ. തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നിലവിലിപ്പോൾ ഇവിടെ നവീകരണമാണ്. ആ ഭാഗമൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത്. പുറത്തിറങ്ങിയ നേരെ ഇതുവഴി നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ഇവിടെ തന്നെ ചെറിയ മിനി ബസ്സുകളും
ടാക്സികളും ഓട്ടോകളൊക്കെ ഉണ്ട്. നമുക്ക് ക്ഷേത്ര ഭാഗത്തേക്ക് വണ്ടികളൊക്കെ ആക്കിയിട്ട് പോകാം. പിന്നെ ഇവിടെ ഇതാ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ എനിക്കൊന്ന് പാർക്കിംഗ് ആണെന്നാണ് തോന്നുന്നത്. സ്റ്റേഷൻ്റെ ആ ഭാഗമൊക്കെ അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അടിമുടി മാറിയാണ് തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോവിൽ ഭാഗത്തേക്ക് 1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കോവിലൊക്കെ പോയി മുഴുവൻ ഷൂട്ടൊക്കെ ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു 1.5 ജനറൽ യാത്രയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മടുത്തു എന്ന് തന്നെ പറയാം. കാരണം ആ ഒരു സീറ്റിൽ നിന്ന് ഞങ്ങൾക്ക് എഴുന്നേക്കാനേ പറ്റിയില്ല അല്ലേ. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ എത്തിയ സമയം, അതായത് പൊള്ളാച്ചി കയറിയ സമയം മുതൽ നല്ല തിരക്കാണ്. ഇപ്പൊ പഴനി എത്തിയാലും മധുരയിൽ എത്തിക്കഴിഞ്ഞാലൊന്നും തിരക്കിനൊന്നും ഒട്ടും കുറവില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് മനു പറഞ്ഞ പോലെ ഇതിലൊരു റിസർവേഷൻ കോച്ചുകൂടെ വേണമെന്ന് പറയാൻ കാരണം. പണ്ട് മുതലേ ആഗ്രഹിച്ചാണ് ഈ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിൽ ഒരു ദീർഘയാത്ര ചെയ്യണമെന്ന്. അതെന്തായാലും ഇന്ന് സാധ്യമാക്കാൻ പറ്റി. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് മറ്റേ വീഡിയോ ബൈ.